ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 11-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ബോധമഹേശ്വരം. മലയാളം: മൂഢന്മാരറിയുന്നീല ഭൂതേശോത്തമനെന്നെയും മർത്യരൂപമണഞ്ഞോനായുത്തമത്വം കെടുത്തിടും. ഭൂതമഹേശ്വരം, സർവഭൂതങ്ങൾക്കും മഹേശ്വരനായ മമ പരംഭാവം, എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം, അജാനന്ദഃ മൂഢാഃ, അറിയാത്ത മൂഢന്മാർ അല്ലെങ്കിൽ അവിവേകികൾ, മാനുഷിം തനും ആശ്രിതം, മനുഷ്യദേഹമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യദേഹത്തെ ആശ്രയിക്കുന്നവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. മാം അവജാനന്തി, അത് എന്നെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അവർ വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്. അപ്പോൾ 7-ാം അധ്യായത്തിലെ ഭഗവാന്റെ പരാപ്രകൃതിയും അപരപ്രകൃതിയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാത്തവരെ മൂഢഃ, അവിവേകികൾ അല്ലെങ്കിൽ മൂഢന്മാർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം പ്രകൃതി പല പ്രകാരത്തിൽ സൃഷ്ടികൾ നടത്തുന്നു. വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു, ചരങ്ങളെ അചരങ്ങളെയും പല പ്രകാരത്തിൽ ഈ സൃഷ്ടി നടത്തുന്നു. അതുകൊണ്ടാണ് അവ നിലനിൽക്കുന്നത്. വീണ്ടും അവ അവ്യക്തതയിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രകൃതി സൃഷ്ടി നടത്തുന്നത് ഭഗവാന്റെ പ്രേരണ മൂലമാണ്, ഭഗവാന്റെ അധീനതയിലാണ് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അപ്പം അത് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഒരു രാജാവിന് ഒരു ആഗ്രഹം, കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ ഒന്ന് ക്ഷേത്രദർശനം നടത്തണമെന്ന്. അപ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഇങ്ങനെ ആഗ്രഹം. എനിക്കൊക്കെ ധാരാളം അമ്പലങ്ങൾ സന്ദർശിക്കണമെന്ന് വളരെയധികം മോഹങ്ങളുണ്ട്. നടക്കാറൊന്നുമില്ല, എന്നാലും ആഗ്രഹം എപ്പോൾ വേണമെങ്കിൽ തോന്നാലോ. അങ്ങനെ മന്ത്രിയോട് പറഞ്ഞു, അങ്ങനെ ഒരു അമ്പലത്തിൽ പോകണമെന്നുണ്ട്, കുറച്ച് ദൂരെയാണ്, എന്നാലും നോക്കാം നമുക്ക്. പിന്നീട് അദ്ദേഹം അത് മറന്നുപോയി. പിറ്റേ ദിവസം കഴിയുമ്പോൾ 2 മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അത് മറന്നു. പക്ഷെ പൗർണമിക്ക് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പൗർണമിയുടെ തലേദിവസം ആയപ്പോഴേക്കും, മാസങ്ങൾ കഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ പൗർണമി എന്ന് പറയുമ്പോൾ, പൗർണമി വന്നപ്പോഴേക്കും ഒരു പൗർണമി കഴിഞ്ഞു. അടുത്ത പൗർണമിയുടെ തലേദിവസം ആകുമ്പോഴേക്കും മന്ത്രിക്ക് ഓർമ്മ വന്നു. മന്ത്രി രാജാവിനെ അടുത്ത് ചെന്ന്, നാളെ ഇത്ര മണിക്ക് എഴുന്നള്ളത്താണ് കേട്ടോ, റെഡിയാവണേ എന്നൊന്ന് ഓർമ്മിപ്പിച്ചു. പിറ്റേ ദിവസം രാജാവ് അവിടെ പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ രാജാവിൻ്റെ എഴുന്നള്ളത്തിനുള്ള പാത മുഴുവനും, അതായത് ആ വീഥികൾ, റോഡുകൾ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ ഓരോ ഉത്സവങ്ങൾ, ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ ആഘോഷിക്കുന്നില്ലേ, അതേപോലെ വഴിനീള തോരണങ്ങൾ തൂക്കിയേക്കണു. ഭഗവാനെ സ്വാഗതം അരുളിക്കൊണ്ട് ധാരാളം കമാനങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. എല്ലാ ഏർപ്പാടുകളും വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി രാജാവിൻ്റെ രാജാവിൻ്റെ ഒരു എഴുന്നള്ളത്ത് മാത്രമേ വേണ്ടൂ. എല്ലാവരും, എൻ്റെ പ്രജകളെല്ലാവരും കൂടിയിട്ട് രാജാവിൻ്റെ ഈ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ നടത്താൻ ഒരു അധികാരം കിട്ടാൻ കാരണം ആരാണ്? ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? മന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്, രാജാവ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ രാജാവിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ആഗ്രഹം രാജാവ് പറഞ്ഞു. ആ നിർദ്ദേശം കൊണ്ട് മന്ത്രി മറ്റുള്ളവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായി. അപ്പോൾ അവിടെ രാജാവില്ലേ,
ഉണ്ട്. രാജാവില്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ രാജാവ് നേരിട്ട് അവിടെ എത്തിയോ? ഇല്ല. ഇന്നേ എത്തുന്നുള്ളൂ അല്ലേ? ഈ തോരണങ്ങൾ തൂക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷം നടത്തുമ്പോഴോ രാജാവ് അവിടെ എത്തുന്നേ ഇല്ല. അതേപോലെ തന്നെയാണ് പരമാത്മാവ് മുഖേന എല്ലാം സംഭവിക്കുന്നു, പക്ഷെ അവിടെ ഇല്ല. എന്നാൽ ഇവിടെ എന്താ പറയണത്? ഭൂതമഹേശ്വരം, സർവബോധങ്ങൾക്കും മഹേശ്വരനാണ് ഞാൻ എന്ന് അറിയാത്തവർ, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാത്തവർ അവരെ എന്നെ ഒരു മനുഷ്യദേഹമായിട്ട് കാണുന്നു. അതുകൊണ്ട് അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിൽ വേറൊരർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരൂപങ്ങളിലും ഞാനുണ്ട് എന്ന് മനസ്സിലാക്കാത്തവർന്നും നമുക്കെടുക്കാം. നമ്മളിൽ തന്നെയാണ് ദൈവം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അധ്യായങ്ങളിലും പറയുന്നതാണ്. അപ്പോൾ എന്നിലൊരു ഭഗവാനുണ്ട്, നിന്നിലൊരു ഭഗവാനുണ്ട്, മറ്റയാളിലൊരു ഭഗവാനുണ്ട്, എല്ലാവരിലും ഭഗവാനുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും മറ്റുള്ള മനുഷ്യന്മാരെ എപ്പോഴും എന്ത് ചെയ്യണം? ബഹുമാനിക്കാൻ പഠിക്കണം. കാരണം നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഭഗവാനെയാണ് ശരിക്കും ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാനാണ് അവിടെ ഒരു നല്ല എന്താ പറയുക, ഒരു ഭഗവാനെ നമ്മളിരുന്ന് പ്രകാശിക്കുമ്പോൾ ഭഗവാനെ തന്നെ നമിക്കുന്നതിന് തുല്യമാണ്. അവരെ ബഹുമാനിക്കുമ്പോൾ ഭഗവാനെ തന്നെ നമിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരിൽ കൂടെ എന്നെ കാണണം എന്ന് ഉള്ളത് കൊണ്ട് ഭക്തന്മാർ പരസ്പരം കാണുമ്പോൾ എപ്പോഴും ആദരിക്കേണ്ടതാണ് എന്നൊരർത്ഥം കൂടെ നമുക്കെടുക്കാം. അങ്ങനെ ചെയ്യാത്തവരെയാണ് ഇവിടെ എന്ത് പറയണത്? മൂഢന്മാർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഭഗവാനെ മനുഷ്യനായിട്ട് കാണുന്ന എന്നാണ്. അപ്പം ഈ എൻ്റെ പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തത്, അതല്ല അതെന്താ എല്ലാവർക്കും മനസ്സിലാവാത്തതെന്നായിരുന്നല്ലോ സംശയം. അപ്പോൾ അർജുനൻ ഇവിടെ ഭഗവാനെ കാണുന്നത് തൻ്റെ പരമാത്മാവായിട്ടുള്ള സ്വരൂപത്തെക്കുറിച്ചൊക്കെയാണ് ഭഗവാൻ ഇത്ര നേരം പറഞ്ഞതെങ്കിലും അർജുനൻ ഭഗവാനെ കാണുന്നത് ഒരു സുഹൃത്തായിട്ടാണ്, ബന്ധുവായിട്ടാണ്, ഒരു ഗുരുവായിട്ടാണ്. ഇങ്ങനെയുള്ള ഈ ഭഗവാൻ തന്നെയാണോ ഈ പരമാത്മാവ് എന്ന സംശയം അർജുനന് വന്നാലോ എന്ന് ഭഗവാൻ മനസ്സിലാക്കി. കാരണം നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിട്ടേ കണക്കാക്കുന്നുണ്ടാവുള്ളൂ അർജുനൻ എന്ന് ഭഗവാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിവരണം അവിടെ നൽകാൻ കാരണം. ഇതെല്ലാം ഭഗവാൻ പറയുന്നത് അർജുനനോടാണെന്ന് എങ്കിലും നമ്മളോടും കൂടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കണം. നമ്മളെ തന്നെയാണ് ഉപദേശിക്കുന്നത്, നമ്മളെ തന്നെയാണ് നമ്മൾ നന്നാക്കേണ്ടത്. അപ്പോൾ ഭഗവാനും എന്നെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? നമുക്കെപ്പോഴും വികാരങ്ങളും വിചാരങ്ങളും ധാരാളം ഉണ്ടല്ലേ, ധാരാളം ഉണ്ട്, കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതെല്ലാം ഭഗവാനും ഉണ്ട് എന്നാണ് നമ്മളുടെ വിചാരം. നമ്മൾക്കൊരു പൂജാമുറി ഉണ്ട്. അവിടെ ഹിന്ദുക്കളാവുമ്പോൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസിനേക്കാളും മുസ്ലിംസിനേക്കാളും നമ്മുടെ പൂജാമുറിയിൽ തൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ ദൈവങ്ങളും ഉണ്ടാവും അല്ലേ. ഗണപതി ഉണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, പരമശിവനുണ്ട്, കൃഷ്ണനും രാധയും കൂടിയിട്ടുള്ളതുണ്ട്, മഹാവിഷ്ണു ഉണ്ട്, അങ്ങനെ അയ്യപ്പസ്വാമി ഉണ്ട്, മുരുകനുണ്ട്, ഇനി മൂകാംബികാദേവി ഉണ്ട്. എല്ലാവരും ഇനി എടുത്തു പറയണ്ടല്ലോ, എല്ലാവരും ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിൽ എൻ്റെ ഒരു ഇഷ്ടദൈവം എന്ന് പറഞ്ഞിട്ടൊരു ദൈവം ഉണ്ടാവുമല്ലോ, മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടാവും, എനിക്കുണ്ട്. അപ്പോൾ എന്തായി? നമുക്കൊരു വിഷമം വരികയായി. ആ ഭഗവാന് നമ്മൾ നേദ്യം വയ്ക്കുന്നു, പൂജ നടത്തുന്നു, പൂക്കൾ ഏറ്റവും നല്ല പൂക്കൾ ആ ഭഗവാൻ അർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ സംശയം, പേടിയൊക്കെ മനസ്സിൽ വരാൻ തുടങ്ങി. അയ്യോ, ഈ ഭഗവാന് മാത്രം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഭഗവാൻ ദേഷ്യപ്പെടുമോ? ഞാനിപ്പോൾ കൃഷ്ണനാണല്ലോ പൂവ് വെച്ചത്, അപ്പോൾ സാക്ഷാൽ പരമശിവൻ അപ്പുറത്തുണ്ട് ഫോട്ടോയിൽ, അവർക്ക് ദേഷ്യം വരുമോ? അല്ല, ഗണപതിക്ക് ദേഷ്യം വരുമോ? ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഗണപതിക്ക് ദേഷ്യം വരുമോ? അങ്ങനെ നമ്മുടെ ചിന്ത. കാരണം എന്താണ്? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ആ അന്ധവിശ്വാസങ്ങൾ, ഒരാളോട് മാത്രം പ്രത്യേകമായിട്ടുള്ള മമത ഭഗവാനും എന്നോട് കാണിക്കുമോ എന്നാണ്. ഭഗവാനെ നമ്മൾ നിന്ദിക്കുന്നില്ല, എന്നാലും ഇത്ര ആദരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ ഭഗവാൻ എന്നോട് അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ തരുമോ? ഇത് മാത്രമാണ് നമ്മുടെ പേടി. ഇതെല്ലാം വിഡ്ഢിത്തരങ്ങളാണ്. അപ്പോൾ ആരും ഭഗവാൻ ഒന്നും ചെയ്യാൻ പോണില്ല. നമ്മളവിടെ പൂ വെച്ചാലും പൂ വെച്ചില്ലെങ്കിലും തൊഴുതാലും തൊഴുതില്ലെങ്കിലും ഭഗവാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ? അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിലെ കറകളയാനും നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാനുമാണ് നമ്മൾ ഭജിക്കുന്നതും നമ്മൾ പൂജിക്കുന്നതും നമ്മളവിടെ എന്ത് ചെയ്യുന്നതും.
എൻ്റെ മനസ്സിലെ കറ കളഞ്ഞു തരണേ അല്ലേ. നമ്മൾ ആകെ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ, എന്നും ഭഗവാനെ സേവിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാനെ വന്ന് തൊഴാനുള്ള, അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണേ ഭഗവാനെ. എൻ്റെ കയ്യും കാലും ഒക്കെ അതിന് യോജിച്ച് പ്രവർത്തിക്കണേ ഭഗവാനെ. ഇതെല്ലാം മുടങ്ങിക്കഴിഞ്ഞ് കൈ പണിമുടക്കിയാലും കാല് പണിമുടക്കിയാലും കണ്ണ് പണിമുടക്കിയാലും ഒക്കെ നമ്മൾ തന്നെ പെടുക. അതുകൊണ്ട് അതൊന്നുമില്ലാതെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റണേ. അതുകൊണ്ട് ഭഗവാനെ എന്നും പ്രാർത്ഥിക്കാനും പൂജിക്കാനും പറ്റണേ എന്ന് മാത്രം ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. ധാരാളമായിട്ട് കുറേ നാമജപങ്ങൾ, അടിച്ച പൊട്ടാത്ത ശ്ലോകങ്ങളെല്ലാം ചൊല്ലിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒട്ടും അർത്ഥം മനസ്സിലാവാതെ ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ മനസ്സിലെ കറയെല്ലാം കളഞ്ഞ് അവിടെ ഒരു ഭഗവാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മനസ്സിൽ. ആ ഭഗവാൻ അവിടെ സ്ഥലം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സ്ഥലം കൊടുക്കുക? നമുക്ക് വികാരങ്ങളും വിചാരങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നു പോകുന്നതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എനിക്കതെന്തായാലും എനിക്ക് പ്രശ്നമില്ല അല്ലേ. യോഗികളാവാനുള്ള സ്റ്റെപ്പുകളിൽ നമ്മൾ പഠിച്ചു. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ നമ്മൾ ഈ വികാര വിചാരങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഭഗവാൻ നമ്മളോട് വാശി കാണിക്കില്ല, ദേഷ്യം വരും, ഒന്നും ചെയ്യില്ല. നമ്മൾക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും അല്ലേ. മനസ്സമാധാനമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാലിളക്കുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രം കൊണ്ട് ഒരു കുട്ടി ഇരുന്ന് കളിക്കുകയാണ്. ആ കുട്ടിക്ക് വിശന്നു. പാൽപാത്രം കൊണ്ട് കളിച്ചുകൊണ്ട് പാലകത്തെത്തുമോ? ഇല്ലല്ലോ. അതേപോലെ ഒരു പാത്രത്തിൽ നിന്ന് വെറുതെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പോലെ ഭക്ഷിക്കുന്നു. നമ്മൾ പണ്ടും ചിരട്ടയും മണ്ണൊക്കെ വെച്ച് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യില്ലേ, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ വിശപ്പ് മാറുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കുകയാണ്, ഒരു ട്രൈ കളർ. ഇപ്പം നമുക്കൊരു ഫ്ലാഗ് എടുക്കാം. നമ്മുടെ പതാക ഉണ്ടാക്കുകയാണ്, 3 കളർ കൂട്ടി തുന്നി അതിൽ നമ്മുടെ പതാകയിലെ കളറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് 3 എണ്ണം ചേർത്ത് വെറുതെ 3 പീസ് തുന്നി അത് പതാകയാവോ? ഇല്ല. അത് അതിൻ്റെ അളവിൽ തുന്നി അതിൽ അരക്കാലൊക്കെ വരച്ച് യഥാർത്ഥ രീതിയിൽ അതിൻ്റെ ഷേപ്പിൽ തുന്നി അത് വേണ്ട സ്ഥലങ്ങളിൽ, അതിനെ ബഹുമാനിക്കേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലെല്ലാം അത് തൂങ്ങുന്ന സമയത്ത് നമ്മളതിനെ സല്യൂട്ട് ചെയ്യുന്നു, ആദരിക്കണു. നമ്മൾ നമ്മുടെ രാജ്യത്തെ ആദരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. അതേസമയത്ത് അത് വെറുതെ 3 തുണിയായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ അതൊരിക്കലും പതാകയായിട്ട് മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൂഢന്മാർ എൻ്റെ മഹേശ്വര ഭാവത്തെ അറിയാത്തതാണ്. അവരെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? മൂഢന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും ഞാൻ മനുഷ്യനാണ് എന്ന രീതിയിൽ എന്നെ കാണുമ്പോൾ അത് എനിക്ക് പോലും നാണക്കേടാണ്. എന്നെ അപമാനിക്കുന്നതിന് പോലും തുല്യമാണ് എന്നാണ്. മാം അവജാനന്തി എന്നാണ് പറയുന്നത്. എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്ത് ചെയ്യാൻ? അവർക്ക് അറിയാണ്ടാണ്, എന്നെ നിന്ദിക്കലാണത്. മൂഢന്മാരായതുകൊണ്ടാണ്. കാരണം നമ്മളുടെയൊക്കെ ചിന്താഗതി അങ്ങനെ തന്നെയാണ്. ഭഗവാൻ ഒരു മനുഷ്യനാണ്, വിഗ്രഹരൂപത്തിലിരിക്കുന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫലം കിട്ടുന്നു. അപ്പോൾ അത് കേൾക്കുന്നു, ആ വിഗ്രഹരൂപത്തിലിരിക്കുന്ന ഭഗവാൻ കേൾക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊന്നുമല്ല ഭഗവാൻ എന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിലും നമ്മൾക്ക് താൽക്കാലികമായിട്ട് ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. പക്ഷേ ഇതൊന്നുമല്ല എന്ത് ഭഗവാൻ. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഞാൻ പരമാത്മാവാണോ എന്നതാണ് നിൻ്റെ സംശയമെങ്കിൽ ഇതാണ് കാര്യം. നീ ഇപ്പം എന്നെ മനുഷ്യനായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. ഞാനാണ് നേരത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞ എല്ലാം നിയന്ത്രിക്കുന്ന നിയന്താവ് ഞാൻ തന്നെയാണ് എന്ന് അർജുനനെ വിശദമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു സംശയം അർജുനന് വന്നേക്കാം എന്ന് ഭഗവാന് തോന്നുന്നുണ്ട്. ഈ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ അവിവേകികൾക്ക് അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് അതിനുള്ള ഉത്തരമാണ് 12-ാമത്തെയും 13-ാമത്തെയും ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചൊല്ലാം. നമ്മളിപ്പം 11 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ തുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.